നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത നിബന്ധനകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സൗദിയിലും പ്രവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇത്തരക്കാർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. ഇപ്പോൾ വില വർധനവ് പിടിച്ചു നിർത്താൻ അടിയന്തര നടപടികളുമായി അധികൃതർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധനകൾ നടത്തിവരികയാണ് സൗദി വാണിജ്യ മന്ത്രാലയം. മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധനാ സംഘങ്ങൾ 18,000 പരിശോധനകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയത്. മാർക്കറ്റുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ 29,000 കേന്ദ്രങ്ങളിൽ ഇതിനകം പരിശോധനകൾ പൂർത്തിയാക്കിയതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സാധനങ്ങൾക്ക് അനുവദിച്ച വിലയിൽ കൂടുതൽ തുക ഈടാക്കുന്നവരെയും സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നവരെയും കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ പരിശോധന. അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 272 ഉൽപ്പന്നങ്ങളുടെ വിലകളാണ് പരിശോധനാ സംഘം പരിശോധിക്കുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകളെന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. വില വർധനവ് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം അവശ്യ വസ്തുക്കളുടെ കരുതൽ ശേഖരം ആവശ്യത്തിനുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന് കൂടിയാണ് പരിശോധന. ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം താമസിയാതെ 1900 എന്ന ഏകീകൃത നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബലാഗ് തിജാരി ആപ്ലിക്കേഷൻ വഴി ഇക്കാര്യം അറിയിക്കാൻ അവസരമുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് താമസിക്കുന്ന സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു സൗദിയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവുണ്ടായത്. ഇത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസി തൊഴിലാളികളെയും ബാധിക്കുമെന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചതോടെ രാജ്യത്ത് ജീവിത ചെലവും ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത്. പ്രധാനമായും കോഴിയിറച്ചി, മുട്ട, പാചക എണ്ണ എന്നിവയ്ക്കാണ് വില വർധനവ് ഉണ്ടായത്. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ വില വർദ്ധിച്ചിരുന്നു. ഓയിൽ ഉൽപ്പന്നങ്ങൾക്ക് 23 മുതൽ 26% വരെയും വർധനവ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ വീട്ടുപകരണങ്ങൾ, കോസ്മെറ്റിക് സാധനങ്ങൾ, ക്ലോറക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. പ്രാദേശിക കോഴി ഇറച്ചിക്ക് 39.56% തോതിലും ഇറക്കുമതി ചെയ്ത ഫ്രോസൺ ഉൽപ്പന്നങ്ങൾക്ക് 36.91% തോതിലും നിരക്ക് വർധനവുണ്ടായി. എന്നാൽ സുഗന്ധവ്യഞ്ജനം, ചായപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അവശ്യ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കാനായി പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് സൗദി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.